ഓക്കെ, എഴുതിക്കോ. എഴുതിക്കോ. കെപ്ലേഴ്സ് ലോ. ഫസ്റ്റ് വൺ 3 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയാസ് ആൻഡ് ലോ ഓഫ് പീരീഡ്സ്. വിമലെ ശബ്ദം ഉണ്ടാക്കാതിരുന്നേ. ഓക്കെ, ഇതില് ഫസ്റ്റ് വൺ, ഇതിൽ ഏതോ ഒരെണ്ണം നമ്മൾ പറഞ്ഞതായിരുന്നു. ഏതാന്ന് ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? സാമിന് ക്ലിയർ ആണോ? ബോർഡ് ക്ലിയർ ആണോ? സാമിന് ക്ലിയർ ആണോ? എഴുതിക്കോ. നമ്മൾ പഠിച്ചത് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ലോ ഓഫ് പീരീഡ്സ് നമ്മൾ പഠിച്ചതായിരുന്നു. ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. അത് ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞതെന്ന് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞേ. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. അതാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ ഞാൻ എഴുതി വെച്ചായിരുന്നു. ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഇത് എങ്ങനെയാ വന്നതെന്ന് ഒന്നുകൂടെ പറയാം, എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ലോ ഓഫ് ഓർബിറ്റ്. ലോ ഓഫ് ഓർബിറ്റ് എന്താന്ന് എഴുതിക്കോ. എവറി പ്ലാനറ്റ്, ആകെ ഈ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ, അതോടെ ചാപ്റ്റർ കഴിഞ്ഞ്. എവറി പ്ലാനറ്റ്, അതെ, എവറി പ്ലാനറ്റ് revolve around the sun. Every planet, first one law of orbits എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിക്കോ. every planet revolve around the sun. Every planet revolve around the sun in elliptical orbital with the sun at 1 foci. With the sun at 1 foci. FOCI. 1 foci. Foci ഇതൊക്കെ ഒന്നും പഠിച്ചിട്ടില്ല. മറ്റേ എലിപ്സ് ഒക്കെ പഠിക്കുമ്പോ പഠിച്ചിട്ടില്ലേ? 10th പഠിച്ചിട്ടില്ലേ? ആ 10th പഠിച്ചിട്ടുള്ളതല്ലേ ഇതൊക്കെ? അതൊന്നും പറയണ്ടല്ലോ. എന്താന്ന് 10th പഠിച്ചിട്ടില്ല? ഫോക്കി അല്ല, ഫോസൈ. അതായത് അപ്പൊ നിങ്ങള് എലിപ്സ്, പാരാബോള ഇതൊന്നും പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടുണ്ട്. എലിപ്സ് പഠിച്ചിട്ടുള്ളതല്ലേ? എലിപ്സ് പഠിച്ചിട്ടുള്ളത്. എലിപ്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ടേം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവണം. ഫോസൈ എന്ന് പറയുന്ന ഒരു ടേം കേട്ടിട്ടുണ്ടാവണം. ഇല്ല. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോ, ആ സ്റ്റേറ്റ്മെന്റ് എന്താ എഴുതിയേക്കുന്നത്? എവറി പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ. അതായത് സണ്ണിനെ ചുറ്റി പ്ലാനറ്റ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൺ എക്സാക്ട് സെന്ററിലായിട്ടായിരിക്കത്തില്ല ഇരിക്കുന്നത്. അതായത് ഒരു പോയിന്റിലായിട്ടായിരിക്കും സണ്ണിനെ. ഇപ്പൊ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണെങ്കിൽ മാത്രം എന്തായിരിക്കും വിമലെ? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണെങ്കിൽ മാത്രം ഒരു പ്ലാനറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യുവാണെങ്കിൽ, സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ സൺ എക്സാക്ട് സെന്ററിലായിരിക്കത്തില്ല. ഒരു പോയിന്റിൽ, ഏതെങ്കിലും ഒരു പോയിന്റിലായിട്ട് ഫീൽ ചെയ്യും. അത് ഈ ഒരു ഓർബിറ്റിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. എവറി പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റൽ വിത്ത് സൺ അറ്റ് 1 foci. ഓക്കെ, എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓർബിറ്റിനെ നമ്മൾ പറയുന്നത്. എലിപ്സ് ഷേപ്പ് ഇല്ലേ, അത് പഠിച്ചിട്ടില്ലേ? അതിനെയാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റൽ എന്ന് പറയും. ഇനി അടുത്തത് എഴുതിക്കോ. എലിപ്സ്, പാരബോള, ഹൈപ്പർബോള ഇതൊക്കെ എല്ലാം അറിയാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അറിയില്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതല്ലേ? 10th ഇല്ലായിരുന്നോ ഈ ചാപ്റ്റർ? 10th അല്ല 11th നമുക്കില്ലേ ഈ ചാപ്റ്റർ ഒന്നും? ഇല്ലേ? വരുമ്പോ പറയാനി. അപ്പൊ ഞാനിപ്പോ ഫൊസൈ എന്നാന്ന് നമുക്ക് മനസ്സിലായല്ലോ. തൽക്കാലം അത് മതി, ബാക്കിയുള്ളത് വരുന്ന വഴിക്ക് പറയാം. ഇനി അടുത്തത് ലോ ഓഫ് ഏരിയാസ്. ലോ ഓഫ് ഏരിയാസ്. ലോ ഓഫ് ഏരിയാസ്. ഓക്കെ, ലോ ഓഫ് ഏരിയാസ് എന്താന്ന് ശ്രദ്ധിച്ചോ. ലോ ഓഫ് ഏരിയാസ്, ദ റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം, അതായത് സെന്ററിൽ എന്തായിരിക്കും? സൺ.
ഓക്കെ, ഇവിടെ എന്തായിരിക്കും റിവോൾവ് ചെയ്യുക? പ്ലാനറ്റ്സ് ആയിരിക്കും റിവോൾവ് ചെയ്യുക. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ മതി. കെപ്ലേഴ്സ് ലോ ഇങ്ങനെ തന്നെ ചോദിക്കും. വേറെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒന്നും ഉണ്ടാവില്ല. അവർ ജസ്റ്റ് ഒരു ടോപ്പിക് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ സെന്ററിൽ സൺ ആണ്, ഇവിടെ പ്ലാനറ്റ് ആണെങ്കിൽ എന്താ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം ദ സൺ ടു ദ പ്ലാനറ്റ്. അതായത് സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് വെക്ടർ ഇറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അതായത് ഏത് വെക്ടർ വരച്ചാലും ഏരിയ എല്ലാം എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. കാരണം റേഡിയസ് സെയിം അല്ലേ. അത്രേ ഉള്ളൂ. അത് എഴുതിയാൽ മതി. എഴുതിക്കോ. ലോ ഓഫ് ഏരിയാസ്. The radius vector drawn from the sun to the planet, the radius vector drawn from the sun to the planet sweeps out equal area in equal interval of time. The radius vector drawn from the sun to the planet sweeps out equal area in equal interval of time. ഈക്വൽ ഏരിയ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന പറയുന്നത്. ഇത് പി എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ഇത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഈ സണ്ണിന്റെ സെന്ററിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? റേഡിയസ്. ഇതും റേഡിയസ്. ഇതെന്തായിരിക്കും? അപ്പോ റേഡിയസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും അവിടെ വരിക, അല്ലെ ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിനെ ഞാൻ ഡെൽറ്റ ആർ എന്ന് എടുത്ത് ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എങ്ങനെ നമുക്ക് കൊടുക്കാം? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച്. ഡെൽറ്റ എ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഇനി ത്രൂ ഔട്ട് ഇക്വേഷൻ നമ്മൾ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യണേ. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്താവും? ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇതും ചോദിക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്രൂഫിന് വേണ്ടി എഴുതി വെച്ചാൽ മതി. എങ്ങാനും 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതുക. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കെപ്ലേഴ്സ് ലോയിൽ നിന്ന് വരാറ്. സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചാൽ മതി. എന്നാലും വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണേന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്തു വെച്ചേക്കാം. അപ്പൊ ഇവിടെ ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുക. അപ്പൊ ഈ ലോ അനുസരിച്ച് പറയുമ്പോൾ ഏരിയൽ വെലോസിറ്റി, ഒരു പ്ലാനറ്റിന്റെ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, കാരണം എന്താ പറയാ? റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം ദ സൺ ടു ദ പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അതുകൊണ്ട് ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വരും. അത് എങ്ങനെയാ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മൾ ജസ്റ്റ് പ്രൂഫ് കാണിക്കാൻ പോകുന്നത്. ചോദിക്കാറില്ല, എന്നാലും നോക്കി വെച്ചേക്കാം. 2 മാർക്ക് ആണെങ്കിൽ എഴുതിക്കൊള്ളണം. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്തായിരിക്കും? ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നമുക്ക് എന്തായിട്ട് എടുക്കാം? വെലോസിറ്റി ആയിട്ട് എടുക്കാം. അപ്പൊ ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു വി. ഓക്കെ, ഇനി മൊമെന്റം പി ഇസ് ഈക്വൽ ടു എം വി അല്ലേ. ഇവിടെ നിന്ന് ഞാൻ വി ഇസ് ഈക്വൽ ടു പി ബൈ എന്ന് എം എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ. അപ്പൊ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു പി ബൈ എം. ഇവിടെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. ഇത് ഞാൻ ജസ്റ്റ് വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് പി ബൈ എം. ഇനി വേറെ ആരെങ്കിലും പഠിച്ചോണ്ടാന്ന് നോക്കിയാൽ അതിൽ കിടക്കുന്ന ടേംസ് നോക്കിയിട്ട് പറഞ്ഞേ. ആറും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്നോ നോക്കിയോ ചോദിച്ചത്. ആറും ബിയും കറക്റ്റാ, പറഞ്ഞോ. ആറും ബിയും എന്താ? മൊമെന്റ് ഓഫ് ആംഗുലർ മൊമെന്റ്. ഓക്കെ, വിമലിന് നല്ല ഓർമ്മയുണ്ട്. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ പി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് മൊമെന്റം. മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലർ മൊമെന്റം എൽ. ടോർക്ക് എന്തായിരുന്നു അങ്ങനെയാണെങ്കിൽ? ആർ ക്രോസ് എഫ്. ആംഗുലർ മൊമെന്റം എന്താ? അപ്പോ ആർ ക്രോസ് പി അല്ലെങ്കിൽ ആർ ഇൻറ്റു എം വി. എന്ത് കൊടുക്കുക? എൽ ബൈ എം. എമ്മും ആംഗുലർ മൊമെന്റും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയൽ വെലോസിറ്റി ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ജസ്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചോ. സ്റ്റേറ്റ്മെന്റ് എഴുതിയായിരുന്നില്ലേ? ദ റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം ദ സൺ ടു ദ പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. എന്നിട്ട് പ്രൂഫ് എന്ന് പറഞ്ഞ് ജസ്റ്റ് എഴുതി വെച്ച ഒരു ട്രയാങ്കിൾ പോലെ കാണിച്ചിട്ട് എങ്ങനെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരാം. നീ ഇവിടെ വന്നിരുന്നു.
എടാ അവനവിടെ ഇരിക്കട്ടെ, നീ ഫ്രണ്ടിൽ 2 ചേറുണ്ട്. വാ നീ ഫ്രണ്ടിലേക്ക് വന്നിരിക്കേ. ഇവിടെ ഫ്രണ്ടില് 2 സീറ്റ് ഉണ്ട്, വേണമെങ്കിൽ വന്നിരുന്നോ. ഇതാ മിണ്ടാതിരുന്നേ. കണ്ട മിണ്ടാതെ നിക്ക്. നീ ഇവിടെ നിന്നൊന്നും അങ്ങോട്ട് പറയണ്ടട്ടാ. അപ്പൊ ഞാൻ 2 ഇറക്കി വിടും, അത്രേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ല. 2 പേരും കൂടെ പുറത്തു പോയി ആ സംസാരിച്ച് തീർപ്പാക്കിട്ട് വന്നാ മതി. എന്നോട് ചോദിക്ക് എന്താ പ്രശ്നം. ഏത് ഡെൽറ്റ ടി? ആ ഡെൽറ്റ ടി ത്രൂ ഔട്ട് വെച്ച് ഡിവൈഡ് ചെയ്യണതാ. ഏരിയൽ വെലോസിറ്റി, ഈ ടേമിന് നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്നാ പറയാ. ഏരിയ, അതായത് ഏരിയ പെർ യൂണിറ്റ് ടൈം, അത് സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ പെർ യൂണിറ്റ് ടൈം, ഇതിനെയാണ് നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുക. ഏരിയൽ വെലോസിറ്റി, ഒരു പ്ലാനറ്റിന്റെ ഏരിയൽ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഡെൽറ്റ എ ബൈ ടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയൽ വെലോസിറ്റിയിലേക്ക് എത്താം. അതിനുവേണ്ടി കൊണ്ടുവന്നത്. സാമിന് എഴുതി കഴിഞ്ഞാ? ഓക്കെ. അടുത്തത് കഴിഞ്ഞ? ഇത് കഴിഞ്ഞ? വേഗം തീർത്തിട്ട് നമുക്ക് വേഗം ഞാൻ എഴുതിപ്പിക്കും. നിങ്ങക്ക് ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്ത് തരാം, ബാക്കിയുള്ളവർ എഴുതിരുന്നു. ഞാൻ പറയാം ക്വസ്റ്റ്യൻ, ഞാൻ പറയാം, പഠിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞതായിരുന്നു ഈ ചാപ്റ്റർ തീർക്കണം. ഓക്കെ, കഴിഞ്ഞ? കഴിയുമ്പോ പറയട്ടോ. കഴിഞ്ഞില്ലേ? അടുത്തത് ലാസ്റ്റ് വൺ, ലോ ഓഫ് പീരീഡ്സ്. ലോ ഓഫ് പീരീഡ്സ് എന്താ പറയുന്നത്? ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ടൈം പീരീഡ്. ശ്രദ്ധിച്ചേ, സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഇതാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ടൈം പീരീഡിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ എസ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡി എന്താ? ഡി എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്ത് അല്ലേ, അപ്പൊ എന്ത് വരും? 2πr. എസ് എന്ന് പറഞ്ഞാൽ വി ആ. വിയുടെ വാല്യൂ എന്താ? ഒരു പ്ലാനറ്റ് സർക്കുലേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക, അതിന്റെ വെലോസിറ്റി എന്താ? പഠിച്ചതാ. വെലോസിറ്റി എന്താ? gm/r. v² = gm/r. v = റൂട്ട് ഓഫ് gm/r. അതെന്താ റൂട്ട് ഓഫ് gm/r എന്ന് പറഞ്ഞാൽ? എന്ത് വെലോസിറ്റിയാ? ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ആർക്കും ഓർമ്മയില്ലല്ലോ. ഇനി അത് കഴിഞ്ഞ വേറൊരു വെലോസിറ്റി പഠിച്ചായിരുന്നു, എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ ഇവിടെ വരുന്ന വെലോസിറ്റി ഏതാ? ഒരു പ്ലാനറ്റ് അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ വെലോസിറ്റി എന്താ? ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി v. v = ഓർബിറ്റൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ഓർക്കുന്നുണ്ടാ? എന്താന്ന് വിമൽ ഒന്ന് പറഞ്ഞ, എങ്ങനെ കണ്ടുപിടിച്ച ഓർബിറ്റൽ വെലോസിറ്റി? പറയ്. ഒരു പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക, അപ്പൊ അതിന് എന്തൊക്കെ ഫോഴ്സ് ആയിരിക്കും ഇല്ലാത്തവരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഒരു പ്ലാനറ്റ്, ബാക്കിയുള്ളവർ മിണ്ടരുത്. ഒരു പ്ലാനറ്റ് ഓർബിറ്റൽ വെലോസിറ്റി ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ലോ ഓഫ് പീരീഡ്സ് എന്ന് പറയുമ്പോൾ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. അതാണ് സ്റ്റേറ്റ്മെന്റ്.
ഇനി നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പോണേ. ടൈം പീരീഡ് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്, അത് എങ്ങനെയാ വരുന്നത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാ, പ്രൂഫിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയുന്നതാ. ടൈം പീരീഡ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, അവിടെ നമുക്ക് ടൈം പീരീഡ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ സ്പീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്പീഡ് എന്താ, ഒരു വെലോസിറ്റി. എന്തിനുണ്ടാവും, ഒരു പ്ലാനറ്റിന് ഒരു വെലോസിറ്റി ഉണ്ടാവില്ലേ, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയാം. ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലായിരിക്കുമ്പോൾ അതിന് എന്തൊക്കെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. വെൻ ആൻ ഒബ്ജക്ട് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, സെൻട്രിപിറ്റൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സെൻട്രിപിറ്റൽ ഫോഴ്സ് F(v)=mv²/r. പിന്നെ എന്ത് ഫോഴ്സ് ആയിരിക്കും, അപ്പൊ ഇവിടെ ഒരു സണ്ണ് ഉണ്ട്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് തമ്മിൽ എന്ത് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F=gmm/r². ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും, mv²/r =gmm/r². v² gm/r. അപ്പൊ v എന്ത് കിട്ടി, √gm/r. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയാം. ഇങ്ങനെയാണ് ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. t = 2πr/√gm/r. ഓക്കെ, ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെയാകും, t² എന്താ നമുക്ക് വേണ്ടത്, സ്ക്വയർ ഓഫ് ടൈം പീരീഡ് അല്ലേ. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അപ്പൊ t² = 4π² r/gm/r. ഈ r ന്യൂമറേറ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തായി, t² = 4π²r³ ഇപ്പൊ നോക്കിക്കേ, t² is directly proportional to എന്തായി, r³. അതാണ് ഈ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായ? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് പ്രൂഫ് എന്ന് പറഞ്ഞത് എഴുതിക്കോ. മനസ്സിലാക്കി എഴുതണോട്ടാ. നിങ്ങൾ ഇതുകൂടെ എഴുതി വെച്ചോ, ഓർബിറ്റൽ വെലോസിറ്റി എന്താന്നൂടെ എഴുതി വെച്ചോ. ഓർബിറ്റൽ വെലോസിറ്റി ഡെഫിനിഷൻ പറഞ്ഞുതരാം, അതുകൂടെ എഴുതിക്കോ. ഓർബിറ്റൽ വെലോസിറ്റി അറിയില്ലാത്തവരാണെങ്കിൽ അതും എഴുതിക്കോ. ഓർബിറ്റൽ വെലോസിറ്റി, it is the velocity with which an object or planet moves in its closed path. Small r. Surface. അതൊരു മിസ്സിന്റെ കൈയാണ് പോരെ, അല്ല. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ഇതെഴുതി, ഇവിടെ എഴുത്, ഇവിടെ നോക്ക്. അങ്ങോട്ട് നോക്കണ്ടെന്നേ, പ്രശ്നം തീർന്നല്ല. അപ്പൊ ഇതോടെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇനി ഞാനിപ്പോ 2-3 ക്വസ്റ്റ്യൻ തരും, അതിനെ എഴുതി കാണിക്കണം. അതിനിടക്ക് ഞാൻ പ്രോബ്ലം ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ ഗ്രാവിറ്റേഷൻ കഴിഞ്ഞാ, തുടങ്ങിയതേ ഉള്ളൂ, ചോദിച്ചില്ല. ഫാസ്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. എന്താ പറഞ്ഞ, അതെ
ഞാൻ ഒരു 3-4 ക്വസ്റ്റ്യൻ എഴുതിയിടും, അത് ചെയ്യണം. ഓക്കെ, വലിയ കാര്യത്തിലുള്ള ചിന്തിച്ച് വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് ചെയ്യണം. ഓരോരുത്തരും ചെയ്യണം കേട്ടോ, ആരും തമ്മിൽ തമ്മിൽ നോക്കരുത് ബുക്ക്. എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച് ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഓരോരുത്തരെ കൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ബോർഡിൽ ചെയ്യാം. കിട്ടാത്തത് ഞാൻ പറഞ്ഞു തന്നോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, അത് ആരെ കൊണ്ടും ചെയ്യിപ്പിക്കത്തില്ല. ഏതിന്റെയാണ് അത് പറഞ്ഞ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. വിമലെ സംസാരിക്കാതിരുന്നേ. നീ ഇവിടെ വന്ന് പാട്ട് പാടുക, എല്ലാരും കേക്കട്ടെ. പിന്നെ ക്വസ്റ്റ്യൻ എഴുതണ്ടേ? നിങ്ങക്ക് എക്സാമിന് പഠിക്കാനുള്ളതില് ഹരി ഞാൻ ഇവിടെ നിന്ന് വിട്ടിട്ട് വേണ്ടേ നിനക്കൊക്കെ പുറത്തേക്ക് പോവാൻ? മിസ്മേനോടല്ലേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അപ്പുറത്തെ ക്ലാസ്സിലേ. ഞാൻ ചെയ്തത് കഴിഞ്ഞ അടുത്ത ദിവസം തരാം.
ഇല്ല ചെയ്തോ ഇല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും തന്നെ പറയാനില്ല. ഇല്ല എന്റെ ഇല്ല പെണ്ണ്. അവരവരുടെ ബുക്കിൽ മനസ്സിലായത് വെച്ച് ചെയ്താൽ മതി, ഞാൻ നോക്കിക്കോളാം. സ്വന്തമായിട്ട് ചെയ്താൽ മതിയേ. എന്താണോ മനസ്സിലായത് അത് ചെയ്തു, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ബുക്കാ ചെയ് വേൻ ചെയ്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ. വേൻ ചെയ്തേ. ജീന്റെ വാല്യൂ എന്താ? 6.69 into 10 raised to minus 11. 67 into 10 raised to minus 11 Newton meters. 10 raised to minus 11 Newton meter square per kilogram square. ഇത് പഠിച്ചിട്ടുള്ളതല്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ. 9 പഠിച്ച കൊടുക്കണം. ഒരു പേന പോയതിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. വേഗം എഴുതിക്ക. വിമലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോണത്. തേർഡ് ക്വസ്റ്റ്യൻ വിമല്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിസ്മയ. ചെയ്തോ അത് അങ്ങനെ തന്നെ. സെന്റിമീറ്ററിനൊക്കെ മീറ്ററിലേക്ക് മാറ്റണം കേട്ടോ. ഇതൊക്കെ മാറ്റ്. 10 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയാ 10 into 10 raised to. തേർഡ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കെവി. ഹൈറ്റിന്റെ ഫോർമുല ഇല്ലേ,
GH equal to G into 1 minus 2H by R. വെയിറ്റ് ലോസിൽ ചെയ്യണമെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാം. അതിൽ ചെയ്താലും കിട്ടും, എങ്ങനെ ചെയ്താലും കിട്ടും, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. വേണമെന്നില്ല, ആൻസർ കിട്ടിയാൽ മതി. ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞവരെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിവേദ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോൾസ് ഓഫ് ഈച്ച് ഓഫ് മാസ് 1 kilogram when their centers are 10 centimeter apart. രണ്ട് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അജയ് ആരോൺ ആയിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത്. സൈലന്റ് ആയല്ലോ. ഓക്കെ, അപ്പൊ രണ്ട് ഒബ്ജക്റ്റ് ശ്രദ്ധിച്ചേ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. രണ്ട് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്, രണ്ട് ബോൾ തന്നിട്ടുണ്ട്. ബോളിന്റെ മാസ് തന്നേക്കുന്നത് 1 kilogram ആണ് തന്നേക്കുന്നത്. അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ഫോർമുല യൂസ് ചെയ്യണം? GMM/R². F equal to GMM/R². 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അത്. വേഗം ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുക, അത്രേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. -11 ഏതാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഓർബിറ്റൽ വെലോസിറ്റിയില ഒരു വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ കേസ് ഉണ്ട് തന്നേക്കുന്നത്, ശ്രദ്ധിക്കുക. 2 particles each of mass m. അപ്പൊ 2 particles ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സർക്കിളിന്റെ ഒരു സർക്കിൾ ആയി എന്നാ പറയുന്നത്. 2 particles each of mass m go around a circle of radius r. ഒരു റേഡിയസ് ആറിൽ ഒരു സർക്കിളിന്റെ ചുറ്റുമാണ് അവര് മൂവ് ചെയ്തത്. അപ്പൊ 2 particles 2 എൻഡിൽ ഇരിക്കുവാന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അവര് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? F equal to GMM/R². R² എന്ന് പറയുമ്പോൾ R എന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ? 2 പാർട്ടിക്കിളും 2 എൻഡിലാണെങ്കിൽ റേഡിയസ് എന്താവും? R + R ഡയമീറ്റർ ആവും. അപ്പൊ എന്താവും? 2R ആവും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഒരു ഫോഴ്സ് കിട്ടി. പിന്നെ ആ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വേറെ എന്ത് ഫോഴ്സ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ചെയ്യാല്ല, വേഗം ചെയ്തോ. പറഞ്ഞുതരാം, ചെയ്തേണ്ടേ പറഞ്ഞുതരാം. വിമൽ, നിങ്ങൾ ട്രൈ ചെയ്യുക. അവിടം വരെ എത്തിയതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തത്. കണക്ഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത്. ചിന്തിച്ചു നോക്കി ട്രൈ ചെയ്യാം, എന്നാലേ കിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ആൻസർ കറക്റ്റ് ആണ്. സ്ക്വയർ ചെയ്തായിരുന്നു അതെ. 6.67 into 10 ചെക്ക് ചെയ്യണോ നോക്കിയിട്ട്. -11 1 into 1 divided by 10 into 10 raised to -2. 10 into 10 raised to -2 എന്ന് പറയുമ്പോൾ 10 raised to -1 ന്റെ സ്ക്വയർ വരും. 10 raised to -1 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 raised to -2. 6.67 into 10 raised to -11 into 10 raised to 6.67 into 10 raised to -9. അതാണ് ആൻസർ. അതായിരിക്കും. അത് മനസ്സിലാക്കി എഴുതിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതൊക്കെ കിട്ടിയെങ്കിൽ ചെയ്തോ വന്നു. തേർഡ് ക്വസ്റ്റ്യൻ വിമല്. അടുത്ത ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചാപ്റ്റർ. ക്ലാസ്സിലാണോ പറഞ്ഞത്? അല്ല, അതിപ്പോ ഞാൻ എഴുതിപ്പിക്കും. അവന് മാത്രം ഓർമ്മയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ല? കറക്റ്റ് അല്ലേ എന്ന് നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ
ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയതല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ വാ നോക്കട്ടെ. 2R അല്ലല്ലോ, അത് രണ്ട് സോൾവ് ചെയ്തില്ലേ? ഇവിടെ mv² തന്നെ 6 മതി. ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്, അപ്പൊ mv² 6 മതി. അപ്പൊ എന്തായി? 2ന്റെ കുറവ് വന്നിട്ടില്ലേ? ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ 4 തന്നെയല്ലേ വരുള്ളൂ. എടാ ഇവിടെ 2R ഇട്ടതുകൊണ്ടല്ലേ ഇത് കട്ട് ചെയ്തത്. ഇവിടെ 2R ഇല്ലല്ലോ, 6 അല്ലേ ഉള്ളൂ. അത് 4R അല്ലേ വരുള്ളൂ. ഓക്കെ, എഴുതിക്കോ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. വിമല് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് വേദ ചെയ്യും. വായിച്ചിട്ട് ഇരിക്കോ, ആ തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇരിക്കോ. എഴുതിയെടുത്തില്ലായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ. ഞാൻ വായിച്ചു തരാം, കുഴപ്പമില്ല. എല്ലാവർക്കും ക്വസ്റ്റ്യൻ തരാട്ടാ, പേടിക്കണ്ട. third question kilometer meter ആണോ? മാസിന്റെ ഇതൊന്നും തന്നിട്ടില്ലല്ലോ, അപ്പൊ വേണ്ട. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് മാത്രം നോക്കിയാൽ മതി. ചെയ്തോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എവിടെ തെറ്റുന്നതെന്ന് വെച്ചു. ക്യാൻസൽ ചെയ്ത് കളയാതാ പറഞ്ഞു. ആ തേർഡ് ക്വസ്റ്റ്യൻ എഴുതാത്തവരെ എഴുതിക്കോട്ടാ. A body is taken to a height. A body is taken to a height. സാം എഴുതിയെടുത്തായിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുത്തായിരുന്ന? Find the percentage ആയിരുന്നല്ലോ. ഓക്കെ, എഴുതിക്കോ. Find the percentage decrease in the weight. Find the percentage decrease in the weight find the percentage decrease in the weight of a body
when taken to a height of 16 kilometer, taken to a height of 16 kilometer, സിക്സ്റ്റീൻ ആയിരുന്ന 32 ആയിരുന്നു ഞാൻ തന്നത്, 32 ആയിരുന്നു, അങ്ങ് 32 എഴുതിക്കോ. 32 kilometer from the surface of the earth. ഞാൻ സോൾവ് ചെയ്യട്ടോ. മതി, അങ്ങനെ തന്നെ മതി. ജിന്റെ വാല്യൂ ജി ക്യാൻസൽ ആയി പോകത്തില്ലേ? ക്യാൻസൽ ആക്കണ്ട, അല്ലാതെ തന്നെ പെർസെന്റേജ് ചേഞ്ച് അല്ലേ വേണ്ടത് നമുക്ക്. ഇവിടെ ഇരിക്കും. അതൊന്ന് നോക്കി കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു തന്നതല്ലേ അത്. സൈസ് ഓഫ് ദ എർത്തും തമ്മിൽ നമ്മൾ പറഞ്ഞല്ലേ 3 കേസ്. നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, നീ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ ഒന്ന് ഒരാളൊന്ന് പറഞ്ഞോളൂ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് സൈസ് ഓഫ് ദ എർത്തും ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷൻ. നിങ്ങൾ ആരും ഇല്ലായിരുന്നു അത് പഠിപ്പിച്ചപ്പോ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. വിമലിന്റെ കയ്യിലുണ്ടാവും, വിമൽ പറഞ്ഞു കൊടുത്തേടാ. സൈസ് ഓഫ് ദ എർത്തും ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചില്ലേ? അത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അത്. അതാ ഞാൻ പറഞ്ഞ 3 കേസാണ് നമുക്ക് ആകെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. ഒരെണ്ണം സൈസ് ഓഫ് ദ എർത്തും ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷൻ, പിന്നെ ഹൈറ്റും ഡെപ്തും. അത് ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ എഴുതിപ്പിക്കും ഞാൻ. ഇതിന്റെ ആൻസർ ആയൊക്കെ കിട്ടിയാ വേഗം ചെയ്. എന്തോ പറഞ്ഞോ? mv²r എവിടെ നിന്ന് വന്നത്? അത് മറ്റേ ഒരു ഒബ്ജക്ട് സർക്കുലർ പാത്തിലല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? സെൻട്രിപിറ്റൽ ഫോഴ്സ്, mv²r. നേരത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയാ. ഒരു ഒബ്ജക്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും? അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സണ്ണിന് ചുറ്റുമാണ് ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും, ഒരു പ്ലാനറ്റ് മൂവ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ പ്ലാനറ്റും സണ്ണും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F=gmm/r² ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഉള്ളത് എന്താ? പിന്നെ ആ ഒബ്ജക്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അതിനെ എന്തും കൂടെ എക്സ്പീരിയൻസ് ചെയ്യും? ഓർബിറ്റൽ വെലോസിറ്റി അല്ലെ, മീൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടെ എക്സ്പീരിയൻസ്. അതാണ് mv²r. അത് അറിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചേക്ക്. When an object moves in a circular path, it experiences centripetal force. ചെയ്ത് നോക്ക്. പെർസെന്റേജ് ആണ് വേണ്ടത്. വാ, അടുത്തത് ഹരിക്ക് തരാട്ടെ. അടുത്ത ബോഡിയുടെ സർഫസിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കും, എന്നിട്ട് ഹൈറ്റുള്ള വെയിറ്റ് കണ്ടുപിടിക്കും. അത്രക്കൊക്കെ പോണ. ആദ്യം നമ്മള് ഇക്വേഷൻ എന്താ പഠിച്ചേ? GH=G ഹൈറ്റ് അല്ലേ പറഞ്ഞേക്കുന്നത്? ഓ, അത് ഹൈറ്റ് കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളു. അതെനിക്ക് മനസ്സിലായി.
ജസ്റ്റ് പെർസെന്റേജ് എടുത്താൽ മതിയില്ലേ. എന്ത് ചെയ്യാ, ജി ഇൻറ്റു 2h/r ഈക്വൽ ടു ജി മൈനസ് ജി ഡാഷ് അങ്ങനെ ചെയ്താ പോരെ. ഇനി ജി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാ, ജി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്തായി, ക്യാൻസൽ ആയി പോണല്ലോ, ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 അല്ലെങ്കിൽ ഡെൽറ്റ ജി ബൈ ജി ഈക്വൽ ടു ഫൈനൽ എന്ത് കിട്ടി, ഡെൽറ്റ ജി ബൈ ജി ഈക്വൽ ടു 2h/r എന്ന് കിട്ടി. 2h/r 2 ഇൻറ്റു h എത്ര തന്നേക്കുന്നത് 16 ഡിവൈഡഡ് ബൈ r ഇൻറ്റു 100 അതാണ് പെർസെന്റേജ്. ഓക്കെ മനസ്സിലായില്ലേ. പിന്നെ കവറിന്റെ കൺസെപ്റ്റ് കറക്റ്റ് ആയിരുന്നു. ഓക്കെ ഞാൻ പറഞ്ഞുതരാം ചെയ്യട്ടെ എന്താ എന്നെ അറിയോ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ നേരത്തെ തൊട്ട് അല്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് ആണ്. ഇന്ന് പറ്റുമെങ്കിൽ എഴുതിക്കാം, വിഷമിക്കാം, എഴുതിപ്പിക്കാം. നീ ചെയ്തു ഞാൻ പറഞ്ഞോളാം, ചെയ്തോ. എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2h/r ഒരു സൈഡിലേക്ക് ആക്കി, ജി ഇവിടെ ഡിനോമിനേറ്ററിൽ വരും, മറ്റേ ജിയുടെ ഡിനോമിനേറ്ററിൽ വരും. ആ കാര്യം ചെയ്യട്ടെ, ഇത് കഴിയുമ്പോ ഞാൻ 3 ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയതോ, അത് എഴുതി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടും. അടുത്ത ക്ലാസ്സിൽ ഞാൻ പുതിയ ചാപ്റ്റർ തുടങ്ങണുള്ളു. ഇങ്ങനെ പ്രോബ്ലം ഒക്കെ തന്നിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് ഓക്കെ ആണോ? ഇതിപ്പോ ജസ്റ്റ് 3 കാര്യം മാത്രമേ ഞാൻ എഴുതിപ്പിക്കുള്ളൂ. പഠിച്ചിട്ട് വന്ന നിങ്ങള് അതെ പഠിപ്പിച്ച ഇന്നലെ ആൻസർ കിട്ടിയ 1 - ഒക്കെ എന്തിനാണ്? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു ജി മൈനസ് ജി ഇൻറ്റു 2h/r. ഓക്കെ, ഈ ജി ഇൻറ്റു 2h/r ഞാൻ ഇപ്പത്തേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിനെ ജി മൈനസ് ജി ഡാഷ് തെറ്റാന്നല്ല, ഇതിനല്ലേ നീ ഡെൽറ്റ ജി ആയിട്ട് എടുത്തത്. ജി ഇൻറ്റു 2h/r ഈക്വൽ ടു ഡെൽറ്റ ജി. ഇനി 2h/r ഈക്വൽ ടു ഡെൽറ്റ ജി ബൈ ജി. ഓക്കെ, നീക്ക് ഡെൽറ്റ ജി മാത്രമേ വന്നുള്ളത്, എവിടെ നിന്ന് വന്നൊന്നു പറയണ്ടേ? എന്തോ പെർസെന്റേജിന്റെ ഫോർമുല ഇൻറ്റു 100, അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റു 100 ചെയ്താൽ മതി. ഒരു മിനിറ്റ്, ഇത് സോൾവ് ചെയ്തിട്ട് പറഞ്ഞുതരാവേ. എത്ര കിട്ടി? എത്ര പെർസെന്റേജ് കിട്ടി? 1%. ആ കറക്റ്റാ. നല്ലല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോ? ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? അവന് കിട്ടിയ ആൻസർ കറക്റ്റാ. ഞാൻ ഒന്നുകൂടെ ഈ സൈഡിൽ പറയണെന്ന്.
ഓക്കെ, ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? അതായത് ശ്രദ്ധിച്ചേ വിമല, ഇനി സംസാരിക്കരുത്. അതായത് എർത്തിന്റെ സർഫസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് ഒരു ഒബ്ജക്ട് ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഗ്രാവിറ്റേഷന്റെ ഇക്വേഷൻ പഠിച്ചത് എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ? G is equal to എന്താ പഠിച്ചേ? G is equal to ഇല്ലാത്തവര് പറയണ്ട, ഉണ്ടായിരുന്നവര് പറഞ്ഞത് G is equal to G into 1 minus 2h/r. ഈ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നിങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, അല്ലെങ്കിൽ ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്ററാ. വിമലിന് കിട്ടിയില്ലേ? വിമല് ഫുൾ ചാപ്റ്റർ ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടിയില്ലേ? ഏകദേശം കണ്ടന്റ് മനസ്സിലായില്ലേ എന്താ ഉദ്ദേശിച്ചെന്ന് ചെയ്യണത്? G ഇൻറ്റു ഇനി എന്ത് ചെയ്യാ? G ഈക്വൽ ടു ഇതിനെ GH എന്ന് എടുക്കണേണ്, ഹൈറ്റ് ആയതുകൊണ്ട് GH ഈക്വൽ ടു G ഇൻറ്റു 1G ഇൻറ്റു 2h/r. G ഇൻറ്റു 2h/r ഞാൻ മാറ്റി നിർത്തി, ബാക്കിയുള്ളത് G മൈനസ് GH. ഈ Gനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 2h/r ഈക്വൽ ടു G മൈനസ് GH/g. G മൈനസ് GH എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ G. ഡിഫറൻസ് ഇൻ G ആണ്. 2h/r ഈക്വൽ ടു ഡെൽറ്റ G/g. ഇനി ഡെൽറ്റ G/g കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ G/g ഈക്വൽ ടു 2h/r. h നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ? 16 ഡിവൈഡഡ് ബൈ 16 ആയിരുന്നില്ല 32 ആയിരുന്നല്ലേ? ഇൻറ്റു 100. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1%. നിങ്ങളൊന്ന് ചാപ്റ്റർ പഠിച്ചിട്ട് വരാതെ എനിക്ക് അറിയത്തില്ല എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന്. ഈ ഇക്വേഷൻ, ഹൈറ്റിന്റെ ഇക്വേഷൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഹൈറ്റ് കൊണ്ട് ഒരു ഡെപ്ത് കൊണ്ട് പഠിക്കാൻ. ഇതിന്റെ തന്നെ വെയിറ്റ് ലോസിന്റെ ഫോർമുലയുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ചാപ്റ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അത് പഠിക്കാതെ രക്ഷയുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. വെയിറ്റ് ലോസ് ഫീൽ ചെയ്യൂലേ? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആ ലിഫ്റ്റിന്റെ കേസ് ഒരെണ്ണം പഠിച്ചില്ലേ? ലിഫ്റ്റിന്റെ കേസ് എടാ മറ്റേ ചാപ്റ്റർ നമ്മുടെ വർക്ക് എനർജിയിലല്ലേ നമ്മൾ പഠിച്ചത്? ലിഫ്റ്റിന്റെ കേസ് പഠിച്ച വർക്ക് എനർജി അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ചാപ്റ്റർ ലിഫ്റ്റിന്റെ കേസ് നമ്മൾ പഠിച്ചില്ലേ? 3 കേസ്: ഫ്രീ ഫോളിന്റെ കേസ്, ഗ്രാവിറ്റി എഫക്ട് ചെയ്യുന്നു, ലോസ് ഓഫ് മോഷൻ. ആ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചത് അതന്നെ. ഡെൽറ്റ G/g പെർസെന്റേജ് എടുക്കുമ്പോൾ അങ്ങനെയല്ല എടുക്കണത്. ഡിഫറൻസ് ബൈ ഒറിജിനൽ. ഡിഫറൻസ് ഇൻ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെന്റേജ് എടുക്കുള്ളൂ. ജസ്റ്റ് വെയിറ്റ് ലോസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? GH മൈനസ് G അത്രയും മതി. അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ MGH മൈനസ് MGH അല്ല MG ഡാഷ് മൈനസ് MG അങ്ങനെയാ ഞാൻ എഴുതി തന്നേക്കണം. അത് മതി. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ? പെർസെന്റേജ് കണ്ടുപിടിക്കണം എങ്ങനെയാ നമ്മൾ സാധാരണ? എങ്ങനെയാ? ജസ്റ്റ് വെയിറ്റ് ലോസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എന്തെടുത്താൽ മതി? വെയിറ്റ്. അതായത് ഇപ്പൊ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇവിടെ ഇത് കണ്ട, ഇപ്പൊ എർത്ത് നമ്മൾ കൺസിഡർ ചെയ്ത് എർത്തിന്റെ സർഫസിലുള്ള, അതായത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ കേസ് എല്ലാം നമുക്ക് 3 കേസ് ആയിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത് ഈ ചാപ്റ്ററിൽ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ എർത്തും ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷനും. ഗ്രാവിറ്റിയും സൈസും തമ്മിലുള്ള റിലേഷൻ, അതായത് എർത്തിന്റെ പോളിൽ എന്തായിരിക്കും ഗ്രാവിറ്റി, എർത്തിന്റെ ഇക്വേറ്ററിൽ എന്തായിരിക്കും ഗ്രാവിറ്റി. സെക്കൻഡ് കേസ് നമ്മൾ പഠിച്ചത്, ഇതിപ്പോ എർത്ത് ആണെന്ന് വിചാരിക്കുക. എർത്തിന്റെ മാസ് m ആണ്. സെന്ററിൽ നിന്ന് സർഫസിലേക്കുള്ള റേഡിയസ് നമ്മൾ r ആയിട്ട് എടുത്ത്. ഓക്കെ, അപ്പൊ ഈ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ? എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? ഇക്വേഷൻ എന്താ? സാധാരണ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? gm/r². അതാണ് സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, gm/r². ഓക്കെ, ഇനി
ഇനി ഇവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കാന്ന് വിചാരിക്കും. ഇതാണ് സെക്കൻഡ് കേസ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ് വരിക, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജി ഡാഷ് ഈക്വൽ ടു എങ്ങനെ വരും? GM/, ഇത് r². ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ഞാൻ ഒരു എച്ചും കൂടെ എടുത്ത്, കുറച്ചൊരു ഡിസ്റ്റൻസും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? r+h². ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത്. G' ഈക്വൽ ടു G × 1 - 2h/r. മനസ്സിലായി? ഇതുപോലെ തന്നെ അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. എർത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനും അതുപോലെ ഒരു സെർട്ടൈൻ ഹൈറ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനും തമ്മിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഡിഫറൻസ് ഉണ്ടാവില്ലേ? അത് തന്നെ ആലോചിക്കുക. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്തായിരിക്കും? സാധാരണ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്തായിരിക്കും? mg ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്തായിരിക്കും? mg' എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ വെയിറ്റ് ലോസ് കണ്ടുപിടിക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വെയിറ്റ് ലോസ് ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഈക്വൽ ടു, ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിന് 5 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക, ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിന് 15 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക. വെയിറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? 15 - 5 ഇല്ലേ? അതുപോലെ തന്നെ വെയിറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? mg' - mg ചെയ്യുക. ഓക്കെ, പിന്നെ പെർസെന്റേജ് ഇൻ വെയിറ്റ് ലോസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒറിജിനൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, പെർസെന്റേജ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല എടുക്കുക. പെർസെന്റേജ് എടുക്കണം അറിയത്തില്ല എങ്ങനെയാന്ന്? അതും അറിയില്ല. പെർസെന്റേജ് എടുക്കണത് എങ്ങനെയാന്ന് അറിയത്തില്ല. പെർസെന്റേജ് ഒരു ക്വാണ്ടിറ്റിയുടെ പെർസെന്റേജ് നമ്മൾ എങ്ങനെ എടുക്കുക? ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് എടുക്കുവാന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുക? ആവറേജ് കണ്ടുപിടിക്കണ പോലെ എടുക്കത്തില്ലേ? പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ × 100 ചെയ്യുക. അതെങ്ങനെയാ നമ്മളിപ്പോ ആവറേജ് ഒക്കെ എടുക്കുക? ബൈ ടോട്ടൽ. അപ്പൊ ആവറേജ് ബൈ ടോട്ടൽ അങ്ങനെ എടുക്കത്തില്ല, അതേ രീതിയിൽ തന്നെ എടുക്കുക. അപ്പൊ വെയിറ്റ് ലോസ് കണ്ടുപിടിക്കാൻ പറയുമെങ്കിൽ ഇവിടം വരെ മതി. വിമലിന് പറ്റിയ മിസ്റ്റേക്ക് അതായിരുന്നു. ഇവിടം വരെ നീ പറഞ്ഞ കറക്റ്റാ. പെർസെന്റേജ് ആവുമ്പോൾ എന്ത് ചെയ്യുക? ഒറിജിനൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡും കൂടെ ചെയ്യണം. അതാണ് സെക്കൻഡ് കേസ്. തേർഡ് കേസ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്തത് എർത്തിന്റെ സർഫസിൽ നിന്നൊരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുക. ഇനി തേർഡ് കേസ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ സർഫസിൽ നിന്നൊരു പർട്ടിക്കുലർ ഡെപ്തിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ, അതാണ് ആ 3 കേസ് പറഞ്ഞിട്ടുള്ളത്. വിമല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പഠിപ്പിച്ചപ്പോൾ, വേറെ ആരും ഇല്ലായിരുന്നല്ല. അക്സയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. ഓക്കെ, ആ 3 കേസ് മനസ്സിലായല്ലോ. ഇനി ഒരു പ്രോബ്ലം എഴുതിക്കോ. ഡെറിവേഷൻ ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഇപ്പൊ. ഞാൻ ജസ്റ്റ് പെരിഫറൽ ആയിട്ട് എന്താണ് സംഭവം എന്ന് മാത്രം, ടോപ്പിക്ക് മാത്രമേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ. ഇതിപ്പോ എർത്ത് ആണെങ്കിൽ എർത്തിന്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ആ ഒബ്ജക്റ്റിനുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുപോലെ തന്നെ എർത്തിന്റെ ഡെപ്തിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു, അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് രണ്ടും 2 ഡെറിവേഷൻ ആണ് വരുന്നത്. ഇത്തിരി ഉണ്ടാ ഡെറിവേഷൻ, ലെങ്തി ആണ്. അതുപോലെ ഈ ഒബ്ജക്റ്റിനുള്ള വെയിറ്റ് ലോസും കണ്ടുപിടിക്കണം. സർഫസിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റും അതുപോലെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റും തമ്മിലുള്ള വെയിറ്റ് ലോസ്, അതുപോലെ സർഫസിൽ ഇരിക്കുന്ന ഡെപ്തിലിരിക്കുന്ന ഒബ്ജക്റ്റും തമ്മിലുള്ള വെയിറ്റ് ലോസ്. ഡെറിവേഷൻ ആണ്, അത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. At what depth below the surface of the earth? At what depth below the surface of earth? At what depth below the surface of earth does the acceleration due to gravity become 1% of its value at surface of earth? At what depth below the surface of earth does the acceleration due to gravity become 1% of its value at surface of earth? എഴുതിയ അതാണ് ക്വസ്റ്റ്യൻ. ഇനി അത് കഴിഞ്ഞിട്ടൊരു പോയിന്റ് എഴുതിക്കോ. എർത്ത് ഈസ് കൺസിഡേർഡ് ആസ് സ്ഫിയർ of radius 6.4 into 10⁻⁶ meter. 6.4 into 10⁻⁶ meter. അത്രേ ഉള്ളൂ.
കിലോമീറ്റർ ആണോ മീറ്റർ ആണോ? മീറ്ററാ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ മീറ്റർ ആയിട്ടാ തന്നേക്കണം. ഇത് വേഗം ചെയ്യോ? ഇതിനപ്പൊ ഡെപ്തിന്റെ ഫോർമുല അറിയണം. ഹൈറ്റിന്റെ ഒരു ഫോർമുല ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇല്ലാത്തവർക്കായാലും ഹൈറ്റിന്റെ ഒരു ഫോർമുല മനസ്സിലായല്ല. സർഫസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് ഒബ്ജക്ട് ഇരിക്കുന്നതെങ്കിൽ ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r. 2h എങ്ങനെ അതാ പറഞ്ഞൊരു ലെങ്തി ഡെറിവേഷൻ ആണ്. അത് ചെയ്ത് വന്നാലേ നമുക്ക് കിട്ടുള്ളൂ. 2h/r. ഇനി അതുപോലെ തന്നെ ഡെപ്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു വിമല ഒന്ന് പറഞ്ഞേ? G into 1 plus d/r. 1 പ്ലസ് ആണോ? 1 minus d/r. 1 - d/r. സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. എന്താണ് ഫോർമുല? ക്വസ്റ്റ്യൻ ഫോർമുല ഞാൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. റേഡിയസ് 6.4 × 10⁶ മീറ്റർ. ഇവിടെ എന്താ തന്നേക്കുന്നത്? പെർസെന്റേജ് ആണ് തന്നേക്കുന്നത്. അതായത് ഇതിന്റെ പെർസെന്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഡെപ്തിന്റെ പെർസെന്റേജ് നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. GD ഈക്വൽ ടു 1% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ശ്രദ്ധിച്ചോ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഹൈറ്റിനെയാണോ ഡെപ്തിനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഹൈറ്റിനെ ആണെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യണം? രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്. ഹൈറ്റ് ആണെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യുക? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r. ഇതിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ പെർസെന്റേജ് ഇൻ വെയിറ്റ് ലോസ് കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ ടൈപ്പ് തന്നെ. സെയിം ക്വസ്റ്റ്യൻ തന്നെ എവിടെയും വരാം, ഡെപ്തിലും വരാം. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഡെപ്ത് ആണോ ഹൈറ്റ് ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, ഇക്വേഷൻ എഴുതി വെക്കുക. എന്നിട്ട് ഇനി ക്വസ്റ്റ്യൻ വായിച്ചാൽ വാട്ട് ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് ഡസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കം 1% ഓഫ് ഇറ്റ്സ് വാല്യൂ at the surface of the earth is considered as sphere of radius 6.4 × 10⁶ meter. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഡെപ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിയുടെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. 6 തന്നിട്ടുണ്ട്. പിന്നെ ജി ഡി എന്ന് പറഞ്ഞാൽ എന്താ? ജി ഡി എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 1% ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത് അല്ലെ? സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 1% ഓഫ് ഇറ്റ്സ് വാല്യൂ ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറയുമ്പോൾ 1% ഓഫ് ജി, 1% ഓഫ് ജി എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. 1% ഓഫ് ജി എന്ന് പറയുമ്പോൾ എത്ര വരും? 1/100. 1/100 ഇൻറ്റു ജി ഈക്വൽ ടു, ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. 10⁻². അതെങ്ങനെ ഒന്ന് ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ജി ഡാഷ് എന്ന് പറയുന്നത് 1/100 ഓഫ് ജി എന്നാ പറഞ്ഞേക്കുന്നത്. ജി ഡി എടുത്തില്ലെങ്കിൽ ഇതിനെ ജി ഡാഷ് എടുത്താലും മതി. മനസ്സിലായ? ഒരു മിനിറ്റടാ. ഡെപ്തിന്റെ കാര്യം പറയുമ്പോൾ ജി ഡാഷ് അല്ലെങ്കിൽ ജി ഡി എടുത്താലും ജി ഡാഷ് എടുത്താലും സെയിം തന്നെ. എന്താടാ? ജിയുടെ വാല്യൂ എടുക്കണ്ടല്ല. ജി ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്ത് കളയില്ലേ? നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയല്ല. നോക്കിക്കേടാ, ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r. ഇവിടത്തെ ജി ഡാഷ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ജി ഡാഷ് എന്ന് പറയുന്നത് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്? 1% ഓഫ് ജി. 1% ഓഫ് ജി എന്നപ്പോ മനസ്സിലാക്കുക. 1% ഓഫ് സർഫസ് ഓഫ് ദ എർത്ത് എന്നാ പറഞ്ഞേക്കുന്നത്. സർഫസ് ഓഫ് ദ എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചാൽ ജി വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ജി ഡാഷ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ജി ഡാഷ് എന്ന് പറയുന്നത് 1% ഓഫ് ഇറ്റ്സ് ജി എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ 1% ഓഫ് ജി, ജി ഇൻറ്റു 1 - d/r. 1% എന്ന് പറയുമ്പോൾ എന്താ? 1/100 ഇൻറ്റു ജി ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r. ഇനി ഇതിനെ അങ്ങ് സോൾവ് ചെയ്താൽ മതി. ഇതിനെ സോൾവ് ചെയ്തിട്ട് വേഗം കണ്ടുപിടിക്കുക. എന്തോ അല്ല, 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ നീ നോക്കട്ടെ. പിന്നെ അങ്ങനെ കിട്ടി d/r ഈക്വൽ ടു 1 - d/r ഈക്വൽ ടു 1 - 1/100 എന്നല്ലേ വരുള്ളൂ? എന്താണ് എഴുതി വെച്ചേക്കാം? പറഞ്ഞോ. അപ്പൊ ഇവിടെ ജി ഡാഷ് ബൈ ജി ഇൻറ്റു 100 1% ആണല്ലോ.
1% 1/100 എന്ന് എടുത്താൽ മതിയില്ലേ? ആ 1/100 എടുക്കാം. ആ ഇഷ്ടം വരും. തന്നെ. അപ്പൊ ജി ഇൻറ്റു ഇപ്പൊ 1/100 ഓഫ് ജി ഓക്കെ ഈക്വൽ ടു ഫോർമുല എവിടെ? ജി ഡാഷ്. ജി ഡാഷ് ആണ് ഈ എഴുതിയേക്കണത്. ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, ജി ഡാഷിനെ ഞാൻ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഈ ജീനെ എനിക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയല്ല, ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് കിട്ടി? 1/100 ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, ഇതിന് ഇനി ഡി ബൈ ആർ ഈക്വൽ ടു 1 മൈനസ് 1/100 അത്രയും കിട്ടി. ഡി ബൈ ആർ ഈക്വൽ ടു ഇതിനെ സോൾവ് ചെയ്യുക 100 മൈനസ് 1 ഡിവൈഡഡ് ബൈ 100. ഡി ബൈ ആർ ഈക്വൽ ടു 99/100 ഇതും കിട്ടി. ഇനി ഡി കണ്ടുപിടിച്ചാൽ പോരെ? ഡി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു 100 ഈക്വൽ ടു ആർ ഇൻറ്റു 99. ദെൻ ഡി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 99/100. ഇതാണോ ചെയ്തത്? ഇതാണെങ്കിൽ കറക്റ്റ് ആണ്. അതിനകത്ത് ഞാൻ ചെയ്ത മെത്തേഡാ ചെയ്ത് വെച്ചേക്കണേ. ഒരു മെത്തേഡ് നിന്റെ ശരിയാ, നീ പിന്നെ ഇവിടെ എന്തോ മിസ്റ്റേക്ക് വരുത്തി വെച്ചതാ. കിട്ടിയാ? ഈ ജിയും ജിയും ക്യാൻസൽ ചെയ്യാ. ബാക്കി എന്താ ഉള്ളത്? 1/100 ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ. ഡി ബൈ ആർ ഈക്വൽ ടു 1 മൈനസ് 1/100. 1/100 d by r is equal to എന്താടാ? ആ (99 into 6.4 into 10 raised to minus 10 raised to 4 is equal to 3. ഒരു ദിവസം കൂടി ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലോ. ആ അതുകൊണ്ടല്ലേ ഞാൻ കിലോമീറ്റർ ഒക്കെ എഴുതിയത്. ഒരു ദിവസം കൂടെ ചെയ്യാം. ഏതാണ് ഈ ക്വസ്റ്റ്യനാ? സ്റ്റെപ്സ് പോയതാണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് സോൾവ് ചെയ്തേക്കണല്ലേ, ഇതിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തോ, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യോ ഒരു ക്വസ്റ്റ്യൻ? അല്ല എങ്ങനെ വേണമെങ്കിലും ചെയ്തു. എനിക്ക് നോക്കാം, എനിക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ നോക്കാം. എളുപ്പമുള്ളത് തരാം.
2 ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. മിസ് ഓർമ്മ മതി. ഒന്നാമത്തെ കാര്യം കുറെ പേരുണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും പേരുണ്ട് എന്നിട്ടാണ് അത് കുറെ പേരുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടെ. ഇത് 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് എഴുതിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ സോൾവ് ചെയ്തിട്ട് പൊക്കോ. എന്തിനാണ് ഈ കസിനെ കൊണ്ട് ഭയങ്കര നിന്നോടല്ല ഗായത്രി, നന്ദന, പേനെ കാണാണ്ട് എടാ നമുക്ക് അവിടെ എടാ ആരണേ നമുക്ക് അവിടെ നിൽക്കുന്ന ഒരു പേന കിട്ടിയില്ലായിരുന്നു. ഒന്നുമില്ല. അതെന്റെ പേന കിട്ടി. ഇത് തൽക്കാലം ഇവിടെ body hang from a string stretches how much will the same body stretch the string? Okay, repeat. Thank you.